പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. എല്ലാവരുടെ വീടുകളിലും നല്ലതുപോലെ കൂറശല്യം ഉണ്ടാവില്ല. അപ്പോൾ യാതൊരുവിധ കെമിക്കലും ഇല്ലാതെ യാതൊരുവിധ മെനക്കേടും ഇല്ലാതെ നമ്മുടെ വീട്ടിലുള്ള എല്ലാ കൂറകളും ഒരു പാത്രത്തിലേക്ക് വന്ന് വീഴുന്ന ഒരു ടിപ്സാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കൂറകളെ കാണുമ്പം അവരെ ഓടിച്ചിട്ട് പിടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. 2 തുള്ളി ഓയിലും 2 ബിസ്ക്കറ്റും ഒരു പാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കൂറകളെ പിടിക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാനിതാ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് കുഴിയും അതുപോലെ തന്നെ കുറച്ച് വട്ടക്കുള്ളൊരു പാത്രമായിരിക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നമ്മൾ എടുത്തിട്ടുള്ള ഈ പാത്രത്തിൻ്റെ ആ ഒരു റൗണ്ടിൽ എല്ലാ ഭാഗത്തേക്കൊന്നും ആയി കിട്ടണം, അത്രയും മതി. ഇതിനായിട്ട് സ്മെല്ലില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കട്ടോ, വെളിച്ചെണ്ണ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. വെജിറ്റബിൾ ഓയിലോ പാം ഓയിലോ അങ്ങനെ ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി. ഇനി ഓയിൽ ഇതാ ഈ റൗണ്ടിൽ എല്ലാ ഭാഗത്തേക്കൊന്നും ആക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ നമുക്ക് ഇതുപോലുള്ളൊരു ചെറിയ അടപ്പാണ് വേണ്ടത്. ഒരുപാട് വലിയ അടപ്പ് എടുക്കണ്ട, ഈ ഒരു വലിപ്പത്തിലുള്ളതോ അതല്ലെങ്കിൽ ഇതിലും ചെറുതായാലും കുഴപ്പമില്ല. ഇനി ഇതാ ഞാനിതുപോലൊരു 2 ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അതൊരു 2 പീസാക്കിയതിന് ശേഷം ഈ അടപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ബിസ്ക്കറ്റോ കേക്കോ അങ്ങനെ ഏതെങ്കിലും ആയാൽ മതി കേട്ടോ. മധുരമുള്ളതാവണം. മധുരമുള്ളതാണ് കൂടുതലായിട്ട് കൂറകൾക്ക് ആകർഷണം ഉണ്ടാവുക. ഇനി ബിസ്ക്കറ്റ് വെച്ച ഈ അടപ്പ് നമുക്ക് ഈ ബൗളിലേക്ക് വെച്ച് കൊടുക്കാം. ഈ ബിസ്ക്കറ്റിലേക്കും അടപ്പിനുള്ളിലേക്കൊക്കെ ഓയിലാവാതെ ശ്രദ്ധിക്കണം. പതുക്കെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഈ പാത്രം ഒരു 1/4 ഭാഗത്തോളം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കണം. മുഴുവനായിട്ട് മൂടി കൊടുക്കരുത്. കൂറകൾക്ക് ഇതിലേക്ക് കയറാനുള്ളൊരു ഗ്യാപ്പ് വേണം. അതുപോലെ തന്നെ ഫുള്ളായിട്ട് തുറന്നും വെക്കരുത്, അപ്പോൾ കൂറകൾ ഇതിനടുത്തേക്ക് വരില്ല. ഇതുപോലെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം. ഇത്രയും ഒരു പണിയുള്ളൂ കേട്ടോ. ഇനി ഈ പാത്രം കൂറകൾ കൂടുതലായിട്ട് വരുന്ന ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് വെച്ച് കൊടുത്താൽ മതി. കിച്ചണിലായിരിക്കുമല്ലോ നമുക്ക് കൂടുതലായിട്ട് കൂറകളുടെ ശല്യം ഉണ്ടാവുക. അപ്പോൾ കിച്ചണിൽ ഏതെങ്കിലും ഒരു കോർണറിൽ വെച്ച് കൊടുത്താൽ മതി. രാത്രിയിൽ നമ്മൾ കിച്ചണിലെ എല്ലാ പണികളും കഴിഞ്ഞതിന് ശേഷം ലൈറ്റ് ഓഫ് ആക്കുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ ഒരു സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു കോർണറിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം പിന്നെ ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത് ഒരു 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ്. ആദ്യം വെച്ച് കൊടുത്തതിൻ്റെ ആ ഒരു പിറ്റേ ദിവസം ഒരു 2 കൂറകൾ മാത്രമേ വീണിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് ഒരു 3-ാം ദിവസമാണ് കേട്ടോ. ഇതിലിപ്പോൾ ചെറുതും വലുതൊക്കെ ആയിട്ട് ഒരു 5-8 കൂറകൾ വീണിട്ടുണ്ട്. ഇത് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഫുള്ളായിട്ട് കൂറകളെ കിട്ടില്ല. ഇതുപോലെ ഓരോ ദിവസവും രാത്രി നമ്മൾ കിച്ചണിലെ ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണിൽ ലൈറ്റ് ഓഫ് ആക്കി കിടക്കാൻ പോകുന്ന ആ ഒരു സമയത്ത് നമ്മൾ കിച്ചണിലെ ഏതെങ്കിലും ഒരു കോർണറിൽ ഇത് വെച്ച് കൊടുത്താൽ മതി. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ നമ്മളത് അവിടുന്ന് എടുത്ത് മാറ്റി വേറെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് വെച്ച് കൊടുത്താൽ മതി. വീണ്ടും രാത്രി കിച്ചണിലെ ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം കൂറകൾ കൂടുതലായിട്ട് വരുന്ന ആ ഒരു ഭാഗത്തേക്ക് നമുക്കിതുപോലെ എടുത്ത് വെച്ച് കൊടുത്താൽ മതി. പിന്നെ അടുത്ത ദിവസം നമുക്ക് സ്റ്റോർ റൂമിലോ അങ്ങനെയൊക്കെ വേറെ ഏതെങ്കിലും കൂറകൾ വരുന്ന സ്ഥലത്തൊക്കെ മാറ്റി വെച്ച് കൊടുക്കുകയും ചെയ്യട്ടോ. ഒട്ടും വെളിച്ചമുള്ള സ്ഥലത്താവരുത്, നല്ല പോലെ തന്നെ ഇരുട്ട് വേണം. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് ഒരു 4-ാം ദിവസമാണ്. ഇതിലിപ്പോൾ നമ്മൾ തലേദിവസം കാണിച്ചതിലും ഒരു 3-4 കൂറകളെ അധികമായിട്ട് വീണിട്ടുള്ളൂ. പിന്നെ ഇതിപ്പോൾ ഒരു 6-ാം ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. ഇത് കണ്ടില്ലേ, നല്ല പോലെ തന്നെ കൂറകൾ വീണിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ദിവസം കൊണ്ടല്ല, ഒരു 6 ദിവസം കൊണ്ടൊക്കെയാണ് നമുക്ക് ഇത്രയും കൂറകളെ കിട്ടിയിട്ടുള്ളത്. ആദ്യത്തെ ആ ഒരൊറ്റ ദിവസം നമ്മൾ ഓയിലും ബിസ്ക്കറ്റും ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി. പിന്നെ ഈ പാത്രം ഓരോ ദിവസവും നമ്മൾ കിടക്കാൻ പോണ സമയത്ത് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കൂറകൾ കൂടുതലായിട്ട് വരുന്ന ഓരോ സ്ഥലത്തേക്കും മാറ്റി മാറ്റി അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇതിലിപ്പോൾ ഒരുപാട് കൂറകൾ വന്ന് വീണിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഞാനിതിനുള്ളിൽ വെച്ചിരുന്ന ആ ഒരു ബിസ്ക്കറ്റ് പുറത്തേക്ക് എടുത്ത് കാണിക്കാം. ഇത് കണ്ടില്ലേ, ആ ഒരു ബിസ്ക്കറ്റൊക്കെ കൂറകൾ കാർന്ന് തിന്നിട്ടുണ്ട്. ബിസ്ക്കറ്റൊക്കെ തിന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർക്ക് തിരിച്ച് കയറാൻ പറ്റില്ല കേട്ടോ. ആ ഒരു ഓയിലിലേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് അവർക്ക് എഴുന്നേക്കാൻ പറ്റില്ല. അപ്പോൾ കൂറകളൊക്കെ കൂടുതലായിട്ടുള്ള വീടുകളിൽ ഇതൊക്കെ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. യാതൊരുവിധ കെമിക്കലും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കൂറകളെ പിടിക്കാൻ പറ്റും.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത്. എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.